മഞ്ചേരിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ദിവസം ഒരാൾ വന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിക്കാതെ എന്തിനാണ് പൈസ? അപ്പൊ ഇയാൾ പറഞ്ഞു, ഇന്ന ആളുടെ വീടല്ലേ? അതെ. കുറച്ചു മുമ്പ് ഇവിടെ ഒരു സൽക്കാരോ കല്യാണം എന്തോ നടന്നിരുന്നില്ലേ? അതെ. അന്ന് നിങ്ങൾ ചിക്കൻ വാങ്ങിയിരുന്നത് മഞ്ചേരിയിൽ എന്ന ഷോപ്പിൽ നിന്നിരുന്നില്ലേ? അതെ. അതിന്റെ ഉടമയാണ് ഞാൻ. ഈ അടുത്താണ് ഞങ്ങളുടെ തുലാസ്യങ്ങളൊന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തത്. അപ്പോഴാണ് മനസ്സിലായത് 200 ഗ്രാം അതിൽ കുറവാണ്. ആ പൈസ തരാൻ വന്നാണ്. ആ പൈസയാണ് അതവിടെ വെച്ചിട്ട് അയാൾ പോയി. ഒരു സൽക്കാരത്തിന് പോലും നിന്നില്ല. എന്നിട്ട് നമ്മുടെ ഈ സുഹൃത്ത് വേറെ ആളോട് ഇത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ എന്റെ നാട്ടുകാരനാണ്, എന്റെ അടുത്തുള്ള താമസക്കാരനാണ്. അയാൾ അങ്ങനെ ആ കണക്കിലുള്ള എല്ലാ ആളുകൾക്കും ആ പണം കൊണ്ടുപോയി കൊടുത്തു. അതിന്റെ ഉടനെയാണ് അദ്ദേഹം മരിച്ചുപോയത്. വല്ലാത്ത മരണമല്ലേ അത്? ആ മനുഷ്യനൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടാതെ മക്കളുടെ കാര്യത്തിൽ ആകുലപ്പെടുന്നതിൽ അർത്ഥമല്ല. വീണ്ടും വീണ്ടും നമ്മൾ പുനഃപരിശോധിക്കണം. അങ്ങനെ